ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വയലാർ കായൽ കാണാൻ വേണ്ടി പോകണം. അപ്പോൾ ചേച്ചിമാരൊക്കെ പുറകെ വീഡിയോ എടുക്കുന്ന ചേട്ടനാണ്. അപ്പോൾ നമ്മുടെ ഫ്രാൻസിസ് സേവിയറിന്റെ പള്ളിയുടെ ഇതാണ് വഴി. അപ്പോൾ ഇവിടെ കൂടെ പോകണം അങ്ങോട്ട്. ഇവിടെ കൂടെ പോയിട്ട് പള്ളിയുടെ പുറകിലേക്ക് കുറച്ച് പോകണം. അപ്പോഴാണ് നമുക്ക് കായൽ കാണുന്നത്. അപ്പോൾ നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് പിള്ളേരൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. വൈകുന്നേരമൊക്കെ ഒരു 5:30 ആയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും. അപ്പോൾ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ സൈഡിൽ കൂടെയാണ് അങ്ങോട്ട് പോയത്. പള്ളിയാണ് കേട്ടോ ഇത്. പള്ളിയുടെ ആ ഒരു സൈഡ് ഭാഗമുണ്ട്, അവിടെ കൂടെയാണ് നമുക്ക് കായൽ കാണാൻ പോയേണ്ടത്. അപ്പോൾ നമ്മൾ ആ പള്ളിയുടെ സൈഡിൽ കണ്ട വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കടയുടെ റൂട്ടൊന്നും അറിയത്തില്ല, എന്നാലും നമ്മൾ നേരെ അങ്ങ് പോകുവാണ്. അപ്പോൾ എല്ലാവരും കൂട്ടത്തിലുണ്ട്, ചേച്ചിമാരെല്ലാവരും കൂട്ടത്തിലുണ്ട്. അപ്പോൾ എത്താറായെന്ന് തോന്നുന്നു. കായലിതാ എത്താറായി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നടത്തത്തിന് ശേഷം നമ്മുടെ കായലിനോട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴേക്കും 5:45 ആയി. അപ്പോൾ അധികം ഇരുട്ടിയിട്ടൊന്നും ഇല്ല. പിന്നെ ഇവിടെ ഒരു കുരിശടിയുണ്ട് കണ്ട. പിന്നെ അടിപൊളിയാണ്, കായൽ കാണാൻ നല്ല രസമുണ്ട് കണ്ടോ. അടിപൊളി സെറ്റായിരുന്നു സ്ഥലം. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളിയായിരുന്നു കണ്ടോ. കായലൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇവിടെ ചേച്ചി നിന്നിട്ട് കായലിന്റെ ആഴമൊക്കെ നോക്കണുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വിളിച്ചു വരുത്തി നിർത്തി. എന്നിട്ട് പിന്നെ അടിപൊളിയായിരുന്നു, ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങള്. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു ചേട്ടൻ മീൻ പിടിക്കാൻ പോകാൻ തോന്നുന്നു, വെള്ളമൊക്കെ തുഴഞ്ഞ്. അതേന്താ ഇപ്പുറത്തെ സൈഡിലേക്ക് ഞങ്ങൾ നോക്കിയപ്പോഴേക്കും നല്ലൊരു കാട് കേട്ടോ. കണ്ടിട്ട് തന്നെ പേടിയാവുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഈ കാഴ്ചയൊക്കെ കണ്ടുകണ്ടിന്ന് സമയം പോയത് അറിഞ്ഞില്ല. അടിപൊളി വ്യൂ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടാ. പിന്നെ അതാ സന്ധ്യയായി. ഞങ്ങള് ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ ഞങ്ങളവിടെ നിന്നപ്പോൾ അവർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും കൂടെ കായലൊക്കെ വന്നിട്ടൊന്ന് കണ്ടിട്ട് നിൽക്കാന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോൾ സമയമൊക്കെ പോയി 6:30 ആയി. ഇരുട്ടൊക്കെ ആയപ്പോൾ ഇരുട്ടേന്നുമ്പോൾ എന്തായാലും വീട്ടിൽ ചെല്ലാന്ന് വിചാരിച്ചാൽ ഞങ്ങൾ നടക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അവര് പുറകെ വരുന്നുണ്ട്. അപ്പോൾ ചിലവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാകുന്നവരായിരിക്കും. അടിപൊളി സ്ഥലമാണ്, നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഇത് പള്ളിയുടെ പുറകിലാണ് ഈ സ്ഥലം. ഓക്കെ, ബൈ ബൈ.